മഴവില്ല ഷൂട്ട് കഴിഞ്ഞ് 6 മണിയായപ്പോഴത്തേക്കും തിരിച്ച് റൂമിൽ എത്തി ഗൈസ്. ഇന്നും നമ്മൾ ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരൊക്കെയാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? സിജു സണ്ണി, ജോമോൻ ജ്യോതിർ ആൻഡ് അനശ്വര രാജൻ. 3 പേരെ വെച്ച് ആദ്യമായിട്ടാണ് ഗൈസ് നമ്മളൊരു പോഡ്കാസ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ ന്യൂ സ്റ്റുഡിയോ സെറ്റപ്പിൽ. അത് മാത്രമല്ല നമ്മുടെ ഷോയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഫീമെയിൽ ഗസ്റ്റഡാ കുട്ടി. പൊളിക്കൂല നമ്മളിന്ന്. നീ ഇത് നോക്കി ആരാടാ വടിയാവണത്? ഗൈസ് ഞങ്ങൾ ഇറങ്ങട്ടെ, എന്നിട്ട് വിശക്കുന്നു. ഇന്നലെ രാത്രി എനിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ പട്ടിണി കിടന്നുറങ്ങി. സാരമില്ല, കാരണം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വാരി തിന്നിട്ടാണ് കിടന്നത്. മറ്റേ സ്റ്റാർബക്സ് എന്ന് വാങ്ങിച്ച കുറച്ച് അണ്ടിപ്പരിപ്പ് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് സംഭവിക്കില്ല, കാരണം ഞാൻ പോകുന്ന വഴിക്ക് ഡിന്നറും കഴിച്ചിട്ട്, ലക്ഷ്മി ചേച്ചി പറയണ എപ്പോഴും ഒരു 7 മണിയാകുമ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. അപ്പോൾ പോകുന്ന വഴിക്ക് ഡിന്നറും കഴിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ ഗൈസ്, ലവ് യു ഗൈസ് സോ 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 മച്ച്. നമ്മൾ 3 മില്യൺ എന്ന മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. ഇതിപ്പം ഇറങ്ങുമ്പോഴത്തേക്കും 3 മില്യൺ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയി കാണും. പക്ഷേ ഇന്ന് ഞാനൊരു ലൈവ് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമുക്ക് ലൈവും പോവാം. ആദ്യം പോയി എന്തായാലും ഒരു ഷവായി കഴിക്കട്ടെ ഗൈസ്. ബേക്ക് താഷിൽ നിന്ന് ഷവായി കഴിക്കട്ടെ. ചാവിതാടാ. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ ടു ഈറ്റ് ഷവായി. ഗൈസ്, മുട്ട കോമഡി. ഞാൻ ഇവിടെ വന്ന് അല്പം കഴിച്ച് തീർന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന്. ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫുള്ള് പ്രിപ്പറേഷനിലായിരുന്നു ഗൈസ്. ഇവരെ കുറിച്ചുള്ള റിസർച്ച് നടത്തണമല്ലോ. ആക്ച്വലി ഇന്നത്തെ കാസ്റ്റ് എനിക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. പിന്നെ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു ക്രൗഡും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സിങ്ക് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നാം ഇരിക്കുന്നത്. ജോമോൻ ബ്രോ ആക്ച്വലി ഇൻ്റർനെറ്റ് പോഡ്കാസ്റ്റിൽ പണ്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഞാൻ അന്ന് ഡിപ്രഷനിൽ വീട്ടിൽ പെറ്റ് കിടക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഇനി നമുക്ക് നേരെ സ്റ്റുഡിയോയിലോട്ട് പോവാം. ഓർമ്മിപ്പിക്കണ്ടേടാ എന്നെ വ്ളോഗ് ചെയ്യാനായിട്ട് കുട്ടി. സത്യം കേസ്, ഇന്നലെ വിശന്ന് കിടന്ന് ഇന്നങ്ങ് ഉറങ്ങി, ഒന്നും നോക്കിയില്ല. ആ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ രക്ഷിച്ച് കേസ്. സ്റ്റാർബക്സിലെ അണ്ടിപ്പരിപ്പ് നീ കഴിച്ചില്ലായിരുന്നല്ലേ? ഏത് കോഫി കുടിച്ചാ? നല്ല കിക്ക് കോഫി ആയിരുന്നു കേസ്. അതൊക്കെ ഓക്കെ. ഞങ്ങൾ ഇനി നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോട്ടെ. എടപ്പള്ളിയിൽ അന്യായ ബ്ലോക്ക് കിട്ടി ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ സ്റ്റുഡിയോയിലോട്ട് എത്തുകയാണ്. അവരിവിടെ എത്തി എന്നുള്ള വാർത്ത എനിക്ക് കിട്ടി. തൊട്ട് പിറകെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്. ഹലോ, അയ്യോ നമസ്കാരം. എനിക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാനും മുട്ടിയിട്ട് പാടില്ല. ഹലോ ഗൈസ്, ഇവരെനിക്ക് മൂത്രം ഒഴിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്താണ് ഇത്? 3 മില്യൺ ഫോളോവേഴ്സ് അടിച്ചിട്ടുണ്ട്. എന്റെ 3 അതിനകത്ത് മാഞ്ഞിരിക്കുന്നു. എന്നിട്ട് ബൈ കാൽറ്റ സ്റ്റുഡിയോ ഈ സൈസിന് പ്രൊമോഷൻ ഒട്ടുമില്ല അല്ലേടാ. താങ്ക് യു. പക്ഷേ 3 മില്യൺ അടിച്ചതിന്റെ ആദ്യത്തെ കേക്കാണ് ഗൈസ്. അമ്മ എവിടെ? അർജുന എവിടെ? എടാ ഒരു താങ്ക് യു ടാ. ഹാപ്പി 3 മില്യൺ ടു മീ. നിങ്ങളാരും പാടുന്നില്ല, ഞാൻ മാത്രം നഴുവുന്നു. ഹാപ്പി 3 മില്യൺ ടു മീ. ഈശ്വര ഷുഗർ. താങ്ക് യു ഗൈസ്. നല്ല കേട്ടാ. ചിത്രം കഴിച്ചൂടെ എനിക്ക്? നമ്മിങ്ങനെ ഇപ്പോൾ എടുക്കാം. പോയി എടുക്കാം. അയ്യോ ഹലോ, സുഖമാണോ അച്ഛനെ? പിന്നെ ഹലോ അനശ്വര, സുഖമാണോ? നമ്മളെ അമ്മയുടെ പരിപാടിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ജാപ്പനീസ് ഒക്കെ പഠിപ്പിച്ചു തന്നു. അതെ, നമ്മുടെ ബ്രാൻഡ് കൊണ്ട് നമ്മളെല്ലാ കാര്യം പ്രൊമോട്ട് ചെയ്യാനാടാ. സുഖമാണോ നിങ്ങൾക്ക്? ഇത് എത്ര ആളായി കണ്ടിട്ട്? നമ്മൾ ഈ ഇടയ്ക്ക് ഇതിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ കണ്ടായിരുന്നു. നമുക്ക് തുടങ്ങാം, ഇരിക്കാം, അധികം ലേറ്റ് ആക്കണ്ട. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോഡ്കാസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എടുത്തിട്ടാ. ഇത് വ്ളോഗ്. ഹായ് പറയടാ. ശരി, ഒരു ഹായ്. ഇത് എന്താ ഇത്? അണ്ടാവോ? 2 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ആണല്ലേ? ഞാൻ പറഞ്ഞു, ഇതിപ്പോ സമയം 8:30 ആയല്ലോ, അപ്പൊ പകുതിയായതേ ഉള്ളല്ലോ എന്ന് ചോദിച്ചു. ഇനി ഇത്രയും ബാക്കി ഇപ്പൊ കുടിക്കും. ഓക്കെ, ഞങ്ങൾ പതുക്കെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് ഇപ്പൊ സെറ്റപ്പ് ആക്കാം. ഞങ്ങൾ പോഡ്കാസ്റ്റ് എടുത്തിട്ടൊക്കെ വരാം സുഹൃത്തുക്കളെ. എന്തോ എത്ര നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 2:55. ഏകദേശം 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 3 മണിക്കൂർ പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയൊന്നും ഇരുന്ന് പണ്ടൊക്കെ ഇരുന്ന് കൊണയടിക്കുന്ന അതെ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഇനിയും മോളി വെച്ച് 2 മണിക്കൂർ അൺഫിൽറ്റേർഡ് കോൺവെർസേഷൻ. ഏറിക്കേണ്ടെന്ന് അണ്ണൻ വിചാരിച്ചോളൂ. അതിന് അങ്ങനെ ഏറി കയറണം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇല്ലേ?
അനശ്വരെ എടാ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ്? രസമായിരുന്നില്ല പക്ഷേ. ശരി, അപ്പൊ പോയിട്ടോ എടാ. ബൈ കേട്ടോ. താങ്ക് യു ഫോർ കമ്മിങ്. ഈ പരിപാടി കുറെ ഗസ്റ്റുകൾ വന്നിട്ട് അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. പടം അടിപൊളിയാവട്ടെ. ശരി, അപ്പോ ഞാൻ ടാറ്റ ഗൈസ്. ഞാനും ഇനി പതുക്കെ ഇവരൊന്ന് പുറത്തോട്ടാക്കട്ടെ, എന്നിട്ട് ഞാൻ മൂത്രമൊഴിക്കട്ടെ. പിന്നെ മൂത്രമൊഴിക്കാൻ പറ്റി. ഓ, അവരെല്ലാം പോയി ഗൈസ്. എന്തൊരു സമാധാനം. എടാ എത്ര മണിക്കൂറടാ? 2:50. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയി. ഫ്ലാറ്റ് ആക്കി പെണ്ണെ ഫ്ലാറ്റ് ഉണ്ട് പോവാം. പുള്ളി ഇത്ര സൈലന്റ് ആയിരുന്നില്ല. ജോമോൻ എടാ അത് ക്യാമറയുടെ മുമ്പ് വരുമ്പോഴത്തേക്കും ആക്ടിങ് അല്ലെങ്കിൽ അവൻ വാർക്കൂല അങ്ങനെ അധികം. ഞാൻ അല്ലാതെ ചില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. പക്ഷെ കുറച്ചൊരു സൈലന്റ് ആയിട്ടാണ് ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കണത്. പക്ഷെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു വൈബ്? അത്യാവശ്യം നല്ല രീതി തന്നെ പോയി, കുഴപ്പമൊന്നുമില്ല. അനശ്വരം എല്ലാവരും അങ്ങോട്ട് വാരി എറിയ. അനശ്വരം കുറച്ച് വാരില് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ സിജു വിട്ടുകൊടുക്കുവോ? ഒമ്പോ കൗണ്ടർ കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ചിരിക്കുന്നത്. ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് പോയല്ലേ സാധനം. എടാ എന്തായാലും ഒന്നുകൂടാ താങ്ക് യു കേട്ടോ, 3 മില്യൺ കേക്കൊക്കെ കുറിച്ചതിന്. പക്ഷെ നിങ്ങൾ ഓർത്തല്ലോ. താങ്ക് യുടാ. ആണാ താങ്ക് യുടാ. എടാ ഇവിടെ ഇവര് ഡെപ്റ്റ് ആക്കി ഗൈസ് കുറച്ചുകൂടെ. ആടാ അതിപ്പോ പൊളിച്ചു കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് പുഷ് ചെയ്ത് ഈ കട്ടർ നിൽക്കുന്ന രീതിയിൽ വന്നു. പിന്നെ അവിടെ 2 ലൈറ്റും ഹാങ് ചെയ്ത് കൊള്ളാടാ സെറ്റപ്പ്. നമുക്ക് കുറച്ച് കുറച്ച് വെറൈറ്റി ഇതല്ലാതെ കുറച്ചുകൂടെ നമ്മുടെ ഒരു വൈബിന് വരുന്ന. കാർത്തിക്കിന്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതുപോലെ അവർക്ക് പർട്ടിക്കുലർ ആയിട്ട് സെപ്പറേറ്റ് സെറ്റ് ഇട്ട് കൊടുക്കും. ആണല്ലേ, പുതിയ ബിസിനസ്സും തുറന്നു കിട്ടിയത്. ചെയ്തു കൊടുറാ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതെന്തായാലും പൊളിച്ച കേസ്. ഇനി ഞാൻ വിചാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്രെയിംസ്, വോളില് ഫ്രെയിംസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഫ്രെയിമിന് ഒരു ഡെപ്ത് കിട്ടും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങൾ. അതെ അതെ അതെ, ആ ബ്ലാങ്ക്നെസ് കുറച്ചുകൂടെ ഒന്ന് കുറച്ചെടുക്കണം. അതെ അതെ, സംഭവം നല്ല രസം അല്ലേ? നിങ്ങൾ 2 ഈ തേക്കിന്റെ ഡിസൈൻ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അതിന് പിൻവലിഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ തെറിച്ചില്ലേ? അല്ല, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങള് ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കാർത്തിക്കിന്റെ ഒരു മൈൻഡ് തേക്ക് തന്നെയാണ് നമ്മള്. പക്ഷെ നമ്മളുടെ ഒരു കൺസേൺ എന്നാന്ന് പറഞ്ഞാൽ ക്യാമറ വെക്കുമ്പോഴത്തേന് ആള് ഡള്ളായി പോവല്ലേ. അതുകൊണ്ട് ഡള്ളാവുന്നില്ലല്ലോ. ഡള്ളാവുന്നില്ല, നമ്മൾ അതിനനുസരിച്ച് വേറൊരു ലൈറ്റ് സെറ്റും കയറ്റി. അതെ, സെറ്റ് അങ്ങനെ ചിന്തിക്കണം. ഇനി ആക്ച്വലി നമ്മൾ ഈ വാളിനും ചെറിയ എന്തെങ്കിലും ഒരു ലൈറ്റിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും. ഈ വാളിൽ ഒരു ഫില്ലിങ് വരണം. അതായത് നമുക്ക് ഈ ടോപ്പിൽ നിന്നൊക്കെ ഈ ഫോട്ടോ വെച്ചിട്ട് ഫ്രെയിമിലോട്ട് ലൈറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ചെറിയ സംഭവങ്ങൾ, അതൊക്കെ എലമെന്റ്സ് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നല്ല രസമായിരിക്കും അത് കാണാൻ. അത് നമുക്ക് പതുക്കെ ബിൽഡ് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങട്ടെ പതുക്കെ. നല്ല രസമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗൈസ്. ഇന്നും PR ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആക്ച്വലി 2.25 മണിക്കൂർ കഴിഞ്ഞു എന്ന്. പക്ഷേ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എടാ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഞാൻ ഒരു ഫുൾ ഡേ ഷൂട്ടും കഴിഞ്ഞിട്ടാണ് വന്നേക്കണത്. ഇനി നാളെ രാവിലെ വർക്കൗട്ട് നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇനി ഉറക്കക്ഷീണം കാരണം ഉറക്കമുള്ള ദിവസം അവൻ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയും. ഫുഡ് കഴിച്ചേ ഇന്ന് 6:30-7 മണിയായ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഇന്നലെ പട്ടിണിയായിരുന്നടാ, കിടന്നുറങ്ങി. അണ്ടിപ്പരിപ്പ് നിന്നിട്ട് കിടന്നുറങ്ങി. ഓക്കെ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. എടാ പോയിട്ട് വരാവേ. അടുത്ത ഗസ്റ്റുമായിട്ട് ഞാൻ നാളെ അല്ലെ മറ്റന്നാൾ എത്തും. ശരി, പോയിട്ട് വരാടാ. നമ്മൾ തിരിച്ച് ചീനിവേല എത്തി ഗൈസ്. നമ്മളല്ല, ഞാൻ കുട്ടിയെ വയറ്റിലെല്ലാം ഇറക്കി. അവൻ്റെ വീടിൻ്റെ അവിടെ. ഇത് നിങ്ങൾ കാണുന്നത് 3 മില്യൺ അടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ നമ്മൾ 3 മില്യൺ ആയി ഗൈസ്. ഇറ്റ് ഹാസ് ബീൻ വൺ ഹെൽ ഓഫ് എ ജേർണി. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ ഐ ഫീൽ സോ ഡാം പ്രിവിലേജ്ഡ് ആൻഡ് ഹാപ്പി. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ തമാശ പറയുമ്പോൾ ചിരിക്കുന്നതും എൻ്റെ വിഷമങ്ങളിൽ എൻ്റെ കൂടെ പങ്കുചേരുന്നതും, എന്താ പറയുക, ഒരു ഓൺലൈൻ ആണെങ്കിലും ഒരു ഫാമിലി എനിക്കുണ്ട്. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലെല്ലാം എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. യു ഗൈസ് മീൻ ദ വേൾഡ് ടു മീ. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഉള്ളൊരു വലിയ പ്രചോദനം അത് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ 3 മില്യൺ ഇന്ന് അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, എനിക്കറിയില്ല എനിക്ക് എന്തായിരുന്നു ഫീൽ ചെയ്യേണ്ടതെന്ന്. എനിവേ ഐ ആം
ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. എനിക്ക് ദൈവത്തോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. എത്രയൊക്കെ ഡിറെയിലായി ലൈഫ് പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് അത് ട്രാക്കിലോട്ട് പിടിച്ച് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഗൈസ്, രാവിലെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ 50 മിനിറ്റ് അടുപ്പിച്ച് പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ബാത്റൂം ബ്രേക്കും പിന്നെ 1-2 ചെറിയ സാധനങ്ങളൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പോലെ 2.5+ മണിക്കൂർ കാണും. 2.5+ മണിക്കൂർ 3 വ്യക്തിത്വങ്ങളെ ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുമായിരുന്നു. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അനശ്വര ഭയങ്കര ജാടയാണ്, പക്ഷേ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ പോഡ്കാസ്റ്റിലോട്ട് പുള്ളിക്കാരെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് അങ്ങനെ ഒന്നുമല്ല. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു പേഴ്സണാണ്. സിജു ആയാലും ജോമോൻ ആയാലും അവരെ എനിക്ക് നേരത്തെ കണ്ട് പരിചയമുണ്ട്. കുറച്ചുകൂടെ നമ്മളൊരു ഫ്രണ്ട്ലി വൈബാണ്. അവർ 2 പേരും ആക്ച്വലി അവർ 3 പേരും അടിപൊളിയാണ് ഗൈസ്. ഇപ്പോൾ കേരളം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു തലമുറ മാറി അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇപ്പോൾ ഉള്ള തലമുറയുടെ ടോർച്ച് ബെയറേഴ്സിൽ കുറച്ച് പേരാണ് ഈ 3 പേരും നമ്മുടെ കൂടെ വന്നത്. ആൻഡ് ഐ വാസ് റിയലി ലക്കി ടു ഹാവ് ദിസ് കോൺവെർസേഷൻ വിത്ത് ദം. ഈ പോഡ്കാസ്റ്റ് ചിലപ്പോൾ നാളെ ആയിരിക്കും ഇറങ്ങുന്നത്, നാളെ സൺഡേ ആണെങ്കിൽ നാളെ ആയിരിക്കും ഇറങ്ങുന്നത്, അല്ല ഇന്ന് സൺഡേ ആണെങ്കിൽ ഇന്ന് രാവിലെ ഇറങ്ങിക്കാണും. വാച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം ഗൈസ്. നമ്മൾ ഒരുപാട് കോന അടിച്ച് അതൊക്കെ തമാശയായിട്ട് തന്നെ രജിസ്റ്റർ ആയാൽ മതിയായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ എം റിയലി ഹാപ്പി. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഫ്രെയിം തന്നെ നിങ്ങൾ നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ ചീനിവലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. മൈൻഡിനൊരു പീസാണ്. ഇപ്പം രാത്രി 1 മണിയായി. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം, വർക്കൗട്ട് പറ്റുമെങ്കിൽ ചെയ്യണം. കാരണം ഉറക്ക ക്ഷീണം വരികയാണെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഉറക്ക ക്ഷീണത്തിൽ ചെയ്യരുത് വർക്കൗട്ട്, എന്നാൽ അത് ഇഞ്ചുറിക്ക് കാരണമാവുമെന്ന്. അപ്പോൾ എൻ്റെ ബ്രെയിൻ സ്റ്റിമുലേഷൻ്റെ അങ്ങറ്റത്ത് എത്തി നിൽക്കുകയാണ്. ഒന്നുകൂടെ താങ്ക് യു ഫോർ ദ ലവ്, താങ്ക് യു ഫോർ എവ്രിതിങ് ദാറ്റ് യു ഹാവ് ഗിവൺ മീ. ബൈ. നാളത്തെ വ്ളോഗ് കാണാം. എനിക്കറിയാം ഗൈസ്, ഇപ്പോൾ ചെറിയ വ്ളോഗ്സാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇതെൻ്റെ ഒരു ഡേ ആണ്. ഡേ ഇൻ മൈ ലൈഫ് പോലെ എൻ്റെ ഒരു ഡേയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ബൈ ഗൈസ്. ഞാൻ ഇനി അധികം പറഞ്ഞ് മുരടിപ്പിക്കണില്ല. എന്നേ ഉള്ളൂ. യു ഗൈസ് മീൻ എ ലോട്ട് ടു മീ.